ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് മുളകരച്ച മീൻകറി ഉണ്ടാക്കുക എന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു 10 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ 5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പുളി ഞാനിവിടെ വടക്കം പുളിയാണ് എടുത്തേക്കുന്നത്. പിന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു പിഞ്ച് ഉലുവാപ്പൊടി എന്നൊരു കണക്കിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അതായത് മീൻ കുറവായതുകൊണ്ട് അത്യാവശ്യം കുറച്ച് അരപ്പ് മതിയായതുകൊണ്ട് ഇത്രയൊക്കെ മസാല കൂട്ടേ എടുക്കുന്നുള്ളൂ. ഞാനിവിടെ എടുത്തേക്കുന്ന മീനെന്ന് പറയുന്നത് പരവയാണ് കേട്ടോ. പരവയെന്നല്ല, വേറെ ഏത് ചാള ആയിക്കോട്ടെ, മത്തി ആയിക്കോട്ടെ, വേറെ ഏത് മീനായാലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാം. അതെന്ന് പറയുന്നത്, നമുക്ക് ഈ മസാലക്കൂട്ടിലെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ച് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. തീ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം, കാരണം മസാലക്കൂട്ട് ആണ് ഇട്ടേക്കുന്നത്, അത് ചിലപ്പോൾ അടിയിൽ പിടിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതാണ്ട് നമ്മുടെ ആ ഒരു സംഭവം റെഡിയായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ചട്ടി, അതായത് ഈ മീനിനൊക്കെ വെക്കുന്ന ചട്ടി ഉണ്ടല്ലോ, മൺചട്ടി, അതെടുക്കുക. അതിലേക്ക് ചട്ടി ചൂടായി കഴിഞ്ഞ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുവൊന്ന് പൊട്ടിച്ചെടുക്കാം. പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ ആ അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ആ ചതച്ചതില്ലേ, അതും കൂടി ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ സമയത്തും തീ ഒന്ന് കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. ഒരു ഗോൾഡൻ കളർ ആവുന്നിടം വരെയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ആ അരിഞ്ഞ് വെച്ചേക്കുന്ന കൊച്ചുള്ളി ഉണ്ടല്ലോ, കൊച്ചുള്ളി ആണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. അതാണ് നമ്മളിവിടെ കൊച്ചുള്ളി തന്നെ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് കൊച്ചുള്ളി ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അത്യാവശ്യം കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ, കാരണം മീൻ അധികം ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നീട് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന പച്ചമുളകും ഉണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ, അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആ ഒരു കൊച്ചുള്ളിയും പച്ചമുളകും പിന്നെ നേരത്തെ ഇട്ട ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ഒരുവിധം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടുത്തത് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ആ ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ച ആ ഒരു അരപ്പുണ്ടല്ലോ, അതും കൂടി നമുക്കിതിലിട്ടിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമേ ചേർക്കുന്നുള്ളൂ കേട്ടോ, 1.5 ഗ്ലാസ്. കാരണം എനിക്ക് അത്യാവശ്യം അരപ്പ് കുറച്ച് മതി. ഇപ്പം നിങ്ങൾക്കൊക്കെ അരപ്പ് കൂടുതൽ വേണമെങ്കിൽ ആ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ പാകത്തിന് നിങ്ങൾ ചേർക്കുക. അപ്പോൾ ഞാനിവിടെ 1.5 ഗ്ലാസ് എടുത്തിട്ടുള്ളൂ. എനിക്കിവിടെ എടുത്തേക്കുന്ന മീനും കുറവാണ് കേട്ടോ, അപ്പോൾ അതിനനുസരിച്ചുള്ള അരപ്പേ ഞാൻ ചേർക്കുന്നുള്ളൂ. പാകത്തിന് ഉപ്പും എരിവും ഒക്കെ നിങ്ങൾ ചേർക്കുക കേട്ടോ, നിങ്ങളുടെ പാകത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കുക. ഞാനിവിടെ എൻ്റെ പാകത്തിനേ ഞാൻ ചേർക്കുന്നുള്ളൂ. അതുപോലെ തന്നെ എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുള്ളവർ കാണും, ചിലപ്പോൾ കുറവ് ഉള്ളവർ കാണും, അതനുസരിച്ച് നിങ്ങൾ ചേർക്കുക. പിന്നീട് നമുക്കിതിലേക്ക് ആ എടുത്ത് വെച്ച വടക്കം പുളിയില്ലേ, പുളിയും ഇട്ട് കൊടുക്കുക. പുളി നമ്മൾ ആദ്യം അധികം ഒന്നും ഇടണ്ട കേട്ടോ, കുറച്ചിട്ടാൽ മതി, കാരണം ചിലപ്പോൾ പുളി കൂടിപ്പോയാൽ അതും ഒരു ഇതാവും. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ അരപ്പൊന്ന് തിളച്ച് വരട്ടെ. രണ്ട് നമ്മുടെ അരപ്പ് ഇവിടെ തിളച്ച് നല്ല തിളപ്പൊക്കെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് ആ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനുണ്ടല്ലോ, ഓരോന്നോരോന്ന് പറക്കിയിട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മീനിൻ്റെ കഷ്ണങ്ങൾ മാത്രമേ ഇടുന്നുള്ളൂ, കാരണം അരപ്പും അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അതനുസരിച്ചുള്ളത് ഞാൻ നേരത്തെ മീൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു കറി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പൂച്ചയ്ക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും. എന്നിട്ട് നമുക്കിതൊന്ന് തവി വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം, കാരണം മീനിലേക്കൊന്ന് ഈ ഒരു അരപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അധികം ഒന്നും ഇട്ടങ്ങ് അളുമ്പാക്കി ഇളക്കണ്ട കേട്ടോ. ഇത് നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അത്യാവശ്യം ഒരു 10 മിനിറ്റ് വെന്താൽ മതി, കാരണം ഇച്ചിരി മാംസമുള്ള മീനായതുകൊണ്ട് ഒന്ന് വേവിയും വേണം. അതാണ്ട് നമ്മുടെ മീൻ ഇവിടെ തിളച്ച് വെന്ത് ഒരു സെറ്റപ്പായി കുട്ടപ്പനായിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല ഒരു കൊതിയാവുന്നുണ്ട്. അപ്പോൾ അതാണ്ട് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് അത് സിമ്പിളായിട്ട് ഉണ്ടാക്കാം ഒരു മീൻ കറിയായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നതൊക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.